നിക്ഷേപത്തുകയും പലിശയും തിരികെ ലഭിക്കുന്നില്ലെന്നാരോപിച്ച് ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകർ സമരം നടത്തി. ഉടൻ നിക്ഷേപകരുടെ യോഗം വിളിച്ചു ചേർക്കാമെന്ന ഭരണസമിതിയുടെ ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലെ മുൻ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയതിൽ അന്വേഷണം നടന്നുവരികയാണ്. നെടുങ്കണ്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ വിവിധ ശാഖകളിലായി 1000-ലധികം സഹകാരികൾ നിക്ഷേപിച്ച 29 കോടിയിലധികം രൂപയാണ് തിരികെ നൽകാനുള്ളത്. 3000-ലധികം വായ്പകളിലായി 54 കോടിയിലധികം രൂപ ബാങ്കിനും ലഭിക്കാനുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി അടക്കം ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് ബാങ്ക് നിക്ഷേപകരെ ആകർഷിച്ചത്. കർഷകരും സാധാരണക്കാരും ദിവസവേതനക്കാരുമാണ് നിക്ഷേപകരിൽ ഏറെയും. കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപത്തുകയോ പലിശയോ തിരികെ ലഭിക്കാതായതോടെയാണ് നിക്ഷേപകർ സമരം ആരംഭിച്ചത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പണം തിരികെ നൽകുന്നില്ലെന്നും അവധി പറഞ്ഞ് ബാങ്ക് കബളിപ്പിക്കുകയാണെന്നുമാണ് നിക്ഷേപകരുടെ ആരോപണം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടുന്ന് ഓഡിറ്റിന്റെ ഒരു ലെറ്റർ വന്നു. ആ ലെറ്ററിന് ഇതാണ് ആ ലെറ്റർ. ഈ ലെറ്റർ വന്നിരിക്കുകയാണ്. ഞാൻ 5 ലക്ഷം രൂപ ലോൺ എടുത്തെന്നും 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ ജാമ്യം നിന്നെന്നും ഇനി 5,50,000 രൂപ എനിക്ക് കുടിശ്ശിക ഉണ്ടെന്ന് ഇവിടെ ഇല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല മോനെ, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അവിടുന്ന് പെൻഷനായി വരുന്നത് 1919 നവംബർ 26-ാം തീയതിയാണ് ഞാൻ പെൻഷൻ ഇവിടെ വരുന്നത്. ഇത് 2020 തൊട്ടുള്ളതാണ്. സെക്രട്ടറിയെ വിളിക്കുമായിരുന്നു. വിളിച്ചപ്പം ഫോൺ ഞാൻ എടുത്തില്ല. പിന്നെ വേറൊരു നമ്പറിൽ എന്നെ തിരിച്ച് വിളിച്ചു. ഞാൻ പറഞ്ഞു സെക്രട്ടറിയോട് ഒരു കാര്യം ചോദിക്കാനാ, ഞാൻ എന്നാ ലോൺ എടുത്തെന്ന് ചോദിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഇവിടെ ചിട്ടി നടത്തുന്നുണ്ടായിരുന്നു. ആ ചിട്ടി പ്രശ്നം വന്നപ്പോൾ ഞാൻ ചേച്ചിയുടെ 5 ലക്ഷം രൂപ ചേച്ചിയുടെ ഒപ്പിട്ട് ഞാൻ എടുത്തതാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം വഴക്ക് പറഞ്ഞു, നീ എന്നാ കൊള്ളരാജിയെ കാണിച്ചത്, ആരോടാ ചെയ്തേ? അവര് പറഞ്ഞ എന്നാന്നറിയാവോ, സുപ്രീം കോടതി പോയാൽ എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി നടക്കുകയാണെന്ന് നിലവിലെ ഭരണസമിതി പറയുന്നു. അതേസമയം ബാങ്കിൽ മുൻപ് നടന്ന തിരിമറികൾ സംബന്ധിച്ചുള്ള കേസുകളിൽ വ്യക്തമായ അന്വേഷണം നടക്കുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഭരണസമിതി ആരോപിച്ചു. ഇതിനു മുമ്പ് ഇരുന്ന ഭരണസമിതിയുടെ കാലത്ത് നടന്നതായി പറയപ്പെടുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കുമ്മളി ബ്രാഞ്ചിലെ മാനേജരായിരുന്ന വൈശാഖ് മോഹൻ എന്ന് പറഞ്ഞ ആൾ ഒരു 1,48,00,000 രൂപയോളം ഒരു കൃത്രിമം നടത്തി നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് നമ്മൾ കുമ്മളി പോലീസിൽ ഒരു പരാതി കൊടുത്തു. പോലീസ് അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറി. പക്ഷേ ആ കേസ് അന്വേഷണമൊന്നും ഒരു ഊർജിതമായി മുന്നോട്ട് പോകുന്നില്ല. ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ബാങ്കിൽ നിന്ന് നിയമവിരുദ്ധമായി ലോൺ എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ പൈസ അടയ്ക്കാൻ തയ്യാറാകത്തുള്ളൂ. സമരക്കാരുമായി ഭരണസമിതി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. സമരം നടത്തിയവർക്ക് 20-ാം തീയതിക്കുള്ളിൽ 25,000 രൂപ വീതം നൽകാമെന്നും 30-നുള്ളിൽ നിക്ഷേപകരുടെ യോഗം വിളിക്കാമെന്നുമുള്ള ഉറപ്പിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. മുൻ കോൺഗ്രസ് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ 3.5 കോടിയിലധികം രൂപയുടെ തിരിമറി നടന്നതായും കണ്ടെത്തിയിരുന്നു. ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ബാങ്കിന്റെ മുൻ കുമളി മാനേജർ 1.25 കോടിയിലധികം രൂപ തട്ടിയെടുത്തതായി ചൂണ്ടിക്കാട്ടി നിലവിലെ ഭരണസമിതി നൽകിയ പരാതിയിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.